ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. സ സമ്രാട് കസ്യ വാഹേതോ പാണ്ഡൂനാം മാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായാമനാധൃത്യാധിരാട് ശ്രിയം. സ സമ്രാട് കസ്യ വാഹേതോ. സഹ സമ്രാട്. സഹ എന്ന് പറഞ്ഞാൽ ആ. സമ്രാട് ചക്രവർത്തിയും. കസ്യവ. കസ്യ എന്ന് പറഞ്ഞാൽ എന്ത്. കസ്യവാ ഹേതോ. ഹേതു എന്നാൽ കാരണം. കസ്യവാ ഹേതോ എന്ത് കാരണത്താലാണ് പാണ്ഡൂനാം മാനവർദ്ധന. പാണ്ഡൂനാം പാണ്ഡുരാജാക്കന്മാർക്ക് മാനവർദ്ധന മാനത്തെ അഥവാ ഇവിടെ അഭിമാനം വളർത്തുന്നതായിട്ടുള്ള അവരുടെ ആ ഒരു യോഗ്യതയെ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള, അപ്പോൾ ആ ഒരു പാണ്ഡു കുലത്തിന് മുഴുവൻ തന്നെയും അഭിമാനമായ അവരുടെ ആ ഒരു അഭിമാനത്തെ വളർത്തുന്നതായിട്ടുള്ള ചക്രവർത്തിയായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവ് എന്ത് കാരണത്താലാണ് പ്രായോപവിഷ്ടോ ഗംഗായാം അനാധൃത്യാധിരാട് ശ്രിയം. പ്രായോപവിഷ്ട പ്രായോപവേശം ചെയ്യാൻ തുനിഞ്ഞത്, പുറപ്പെട്ടത്. ഗംഗായാം അനാധൃത്യാധിരാട് ശ്രിയം. ഗംഗായാം ആ ഗംഗയുടെ തീരത്ത് അനാദൃത്യ എന്ന് പറഞ്ഞാൽ ആദരിക്കാതെ, അധിരാട് ശ്രിയം. അധിരാട് ചക്രവർത്തിയുടെ ആ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ തന്നെയും അധിപതിയായിരുന്ന പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ശ്രിയം ഐശ്വര്യ പദവിയെ ഒരു രാജ്യത്തിൻ്റെ അധിപതിയായിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള ധീരയോദ്ധാവായിട്ടുള്ള ഒരാൾക്ക് ചേർന്നതാണോ ഈ ചെയ്തത് എന്നുകൂടി ഒരു ചോദ്യം പരോക്ഷമായി നമുക്കവിടെ കാണാം. പാണ്ഡുകുലത്തിന് മുഴുവൻ അഭിമാനമായിരുന്ന മഹായോദ്ധാക്കളായിരുന്നു പാണ്ഡവന്മാർ. അങ്ങനെയുള്ള ആ കുലത്തിന് തന്നെ അഭിമാനമായിരുന്ന ചക്രവർത്തിയായിരുന്ന ശ്രീ പരീക്ഷിത്ത് മഹാരാജാവ് എന്ത് കാരണത്താലാണ് പെട്ടെന്ന് പ്രായോപവേശം ചെയ്യാൻ പുറപ്പെട്ടത് എന്ന് തന്നെയല്ല ആ ചോദ്യത്തിൻ്റെ കൂടെ ഒന്നുകൂടി ചേർത്തു ശൗനകാദി മഹർഷിമാർ. തൻ്റെ ഈ ചക്രവർത്തി പദത്തിന് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങളെയും ആദരിക്കാതെ അഥവാ സർവ്വ ഐശ്വര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെയൊരു പ്രായോപവേശം ചെയ്യാൻ പുറപ്പെട്ടത് എന്തുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ്? പാണ്ഡുരാജാക്കന്മാർ തങ്ങളുടെ ഐശ്വര്യങ്ങളെ ഇല്ലാതെയാക്കിയിട്ടല്ല, അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആ കുലത്തിന് സൽപ്പേരുണ്ടാക്കിയതെങ്കിൽ കാനനവാസത്തിന് ശേഷം തിരിച്ചു വന്ന പാണ്ഡവന്മാർ തങ്ങളുടെ സാമ്രാജ്യത്തെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മഹാഭാരത യുദ്ധം പോലും ചെയ്തത്. എത്രയോ പേരെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കിയത് തന്നെ തങ്ങളുടെ ആ ഒരു ക്ഷാത്രവീര്യം അവിടെ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഐശ്വര്യത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് അതിനെ മേൽക്കുമേൽ വർദ്ധിപ്പിച്ച് പേര് കേട്ടവരാണ്. മഹായോദ്ധാക്കളാണെന്ന് മാത്രമല്ല, ഐശ്വര്യത്തെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആ കുലത്തിന് പേരുണ്ടാക്കിയത്. എന്നാൽ അതിന് അധിക യോഗ്യതയെ വരുത്തുവാൻ തക്ക വിധത്തിൽ കീർത്തിമാനായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവ്. ചക്രവർത്തിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ ആ മഹാപദവിയെ ആദരിക്കാതെ
ഗംഗയുടെ തീരത്തിൽ വന്ന് പ്രായോപവേശം ചെയ്യുവാൻ എന്താണ് കാരണം? നമുക്കറിയാം, പ്രായോപവേശം എന്ന് പറയുന്നത് മരണത്തെ കാത്ത്, അതായത് മരണത്തിനായി സ്വയം തയ്യാറെടുത്ത് ആഹാരം പോലും വെടിഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തെയൊക്കെ ശോഷിപ്പിച്ച് ഈശ്വരനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ശരീരം വെടിയുന്നതായിട്ടുള്ള ഒരു കഠിനമായ വ്രതചര്യയാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പരീക്ഷിത് മഹാരാജാവ് എത്തുവാൻ എന്താണ് കാരണം? അപ്പോൾ ആദ്യമേ പാണ്ഡവരുടെ കുലത്തിന് അധിക യോഗ്യതയാണെന്ന് പറഞ്ഞ പരീക്ഷിത് മഹാരാജാവ് അതുവരെ ആ ഒരു വംശം നിലനിർത്തിപ്പോന്ന യോഗ്യതകൾക്കൊക്കെ അല്ലെങ്കിൽ മഹിമകൾക്കൊക്കെ കോട്ടം വരുത്തുന്നതായിരുന്നില്ലേ ഈ ചെയ്തത് എന്നുകൂടി നമുക്കവിടെ അതിനെ വ്യാഖ്യാനിക്കാം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സമ്രാട് കസ്യ വാഹേതോ പാണ്ഡൂനാമാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായാമനാദൃത്യാധിരാട് ശ്രിയം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹേതോ, അവിടെ ഒകാരം നീട്ടിയെടുക്കണം, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തണം, വിസർഗമുണ്ട്. അതുപോലെ മാനവർദ്ധന, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ഗംഗായാം അനാദൃത്യാധിരാട്, അവിടെ ഗംഗായാം അനാദൃത്യ, മായുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ അനാദൃത്യാധിരാട്, അവിടെ ത്യ എന്ന അക്ഷരത്തിൻ്റെ അകാരം അധിരാടാണ്, അതുകൊണ്ട് തന്നെ അകാരം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. നമന്തി യത്പാദനികേതമാത്മന ശിവായ ഹാനീയ ധനാനി ശത്രവ കഥം സവീര ശ്രിയമംഗദുസ്ത്യജാം യുവൈഷദോത്സൃഷ്ടുമഹോ സഹാസുഭി. നമന്തി എന്ന് പറഞ്ഞാൽ നമിക്കുന്നു. യത് പാദനികേതമാത്മന, യത് പാദനികേതം ആത്മനഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യത് പാദനികേതമാത്മനഃ. യത് പാദനികേതം, ഏതൊരു ആളിൻ്റെ പാദപീഠത്തെയാണോ, ചരണപീഠത്തെയാണോ, ആത്മന, ആത്മാവിൻ്റെ, ശിവായ ഹാനീയ, ശിവായ മംഗളത്തിനായിക്കൊണ്ട്, ഹാനീയ, ഇവിടെ ഹാനീയ എന്ന് പറഞ്ഞിരിക്കുന്ന ഹ ആനീയ, ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ. ഹ എന്ന് പറഞ്ഞാൽ അത് സ്പഷ്ടമാകുന്ന വിധത്തിൽ, ആനീയ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ട്, ധനാനി, ധനങ്ങളെ, ശത്രവ, ശത്രുക്കൾ, അതായത് ശത്രുക്കൾ ആത്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മംഗളത്തിനായിക്കൊണ്ട് ധനങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് അത് സ്പഷ്ടമാകും വണ്ണം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കാണുന്ന വിധത്തിൽ യാതൊരാളിൻ്റെ ചരണപീഠത്തെയാണോ നമിക്കുന്നത്, കഥം സവീരഃ, കഥം എങ്ങനെ, സഹ അവൻ, വീരഃ ശൂരനും, വളരെ വീരനും, ശ്രിയമംഗ, ശ്രിയം അംഗഃ, ശ്രിയം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ,
അംഗ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂതനെ അഭിസംബോധന ചെയ്യുകയാണ്. അല്ലയോ അംഗ, സൂത. ദുസ്ത്യജാം എന്ന് പറഞ്ഞാൽ ത്യജിക്കുവാൻ പ്രയാസകരമായിട്ടുള്ളത്, ഉപേക്ഷിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള. യുവൈഷതോത്സൃഷ്ടുമഹോ സഹാസുഭി. യുവ ഏഷ ഉത്സൃഷ്ടും അഹോ. ഇങ്ങനെ 4 വാക്കുകൾ അതിൽ വരുന്നുണ്ട്. യുവ എന്ന് പറഞ്ഞാൽ യുവാവായിട്ടുള്ള, ഏഷ എന്ന് പറഞ്ഞാൽ യുവ ഐഷത ഉത്സൃഷ്ടുമാണ്, ഏഷ അല്ല. അപ്പോൾ ഐഷത എന്ന് പറഞ്ഞാൽ ഇച്ഛിച്ചു, ആഗ്രഹിച്ചു. ഉത്സൃഷ്ടും അതായത് ഉപേക്ഷിക്കാനായിക്കൊണ്ട്. അഹോ, ഇത് വളരെ ആശ്ചര്യകരം തന്നെയാണ്. സഹ അസുഭി, സഹ അസുഭിഹി എന്നിങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സഹ അസുഭി. സഹ എന്ന് പറഞ്ഞാൽ കൂടെ, അസുഭി എന്നാൽ പ്രാണന്. സഹ അസുഭി, പ്രാണനോടുകൂടി. അതായത് ഈ ഒരു ശ്ലോകത്തിൽ ചോദിക്കുന്നത്, അല്ലയോ അംഗ, അല്ലയോ സൂത, ശത്രുക്കൾ പോലും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, മംഗളത്തിന് വേണ്ടിയിട്ട് അവരുടെ ധനങ്ങളെയൊക്കെ കൊണ്ടുവന്ന് സമർപ്പിച്ച് യാതൊരാളിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചാണോ നമസ്കരിക്കുന്നത്. അതായത് അവരുടെ ധനങ്ങളെയൊക്കെ സമർപ്പിച്ചാലും അവർക്കതിൽ നിന്നും വീണ്ടും മംഗളമേ ഉണ്ടാകൂ, അഭിവൃദ്ധിയെ ഉണ്ടാകൂ എന്ന് നല്ല ഉറപ്പുള്ള ശത്രുക്കൾ പോലും ഏതൊരു ചക്രവർത്തിയുടെ, മഹാരാജാവിൻ്റെ പാദങ്ങളിലാണോ അവരുടെ സമ്പത്ത് കൊണ്ടുവച്ച് നമസ്കരിക്കുന്നത്. അങ്ങനെയുള്ള വളരെ വീരനും ശൂരനും യൗവനയുക്തനുമായിട്ടുള്ള ശ്രീ പരീക്ഷിത്ത് മഹാരാജാവ്, ചക്രവർത്തിയായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവ് തനിക്ക് കിട്ടിയ സർവ്വ ഐശ്വര്യങ്ങളെയും അതിനെ മാത്രമല്ല ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്ന തൻ്റെ പ്രാണനെ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് പ്രായോപവേശം ചെയ്യാനിരിക്കുന്നത് ഇതെന്തൊരു ആശ്ചര്യമാണ്. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കേമത്തം ആണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. നിസ്സാരക്കാരനല്ല. എന്നിട്ടും തൻ്റെ പ്രാണനെ വെടിയാൻ തയ്യാറായി ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഗംഗാതീരത്ത് വന്നിരിക്കുവാൻ തോന്നിയെങ്കിൽ, സർവ്വ ഐശ്വര്യങ്ങളും ഉപേക്ഷിക്കാൻ തോന്നിയെങ്കിൽ അത്യാശ്ചര്യകരം തന്നെയാണ്. കാരണം ഗൃഹസ്ഥാശ്രമികൾക്ക് തങ്ങളുടെ സമ്പത്തിനെ വിട്ടുകൊടുക്കുന്നത് പോലും പ്രയാസകരമാണ്. പിന്നെ അല്ലേ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. മറ്റൊരാളിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വളരെ മനോവൈഷമ്യം ഉളവാക്കുന്ന ഒന്നാണ് എന്നിരിക്കെ സർവവും ഉപേക്ഷിക്കാൻ തയ്യാറാവുക. ഇവിടെ നോക്കൂ, ഗൃഹസ്ഥാശ്രമിയായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവ്, ഇപ്പോൾ അല്ല എന്ന് കാണിച്ചു തരികയാണ്. തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹത്തിൽ പോയാൽ ശ്രീശുക മഹർഷി ഗോദോഹന മാത്രമേ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞുവല്ലോ. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ശ്രീശുക മഹർഷി വന്ന് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുൻപിൽ 7 നാളിരുന്ന് ഭാഗവത കഥാമൃതം മുഴുവൻ ഓതിക്കൊടുത്തുവെങ്കിൽ നമുക്ക് പറയാതെ പറഞ്ഞു തരുന്നു, ഇപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ഗൃഹസ്ഥാശ്രമിയല്ല. തൻ്റെ സർവ്വ ഐശ്വര്യങ്ങളെയും ഇനി എല്ലാം ഉപേക്ഷിച്ചാലും മനുഷ്യൻ ഉപേക്ഷിക്കാത്ത, അല്ലെങ്കിൽ അതിനെ വിടാൻ താല്പര്യമില്ലാത്ത ഒന്നാണ് സ്വന്തം പ്രാണൻ.
ആ പ്രാണനെ പോലും ഉപേക്ഷിക്കുവാൻ തയ്യാറായി നിസ്സംഗനായി വന്നിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുൻപിലാണ് ശ്രീ ശുക മഹർഷി എത്തിച്ചേർന്നത് എന്ന് കാണിച്ചു തരികയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നമന്തി യത്പാദനികേതമാത്മനഃ ശിവായ ഹാനീയധനാനി ശത്രവഃ കഥം സ വീരഃ ശ്രിയമംഗദുസ്ത്യജാം യുവൈഷദോത്സൃഷ്ടുമഹോ സഹാസുഭിഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യത് പാദനികേതമാത്മനഃ, നികേതം ആത്മനഃ, മായുടെ അകാരം ശ്രദ്ധിക്കുക. വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. അതുപോലെയാണ് ശത്രവഃ, വീര, ഇവിടെയൊക്കെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ ശ്രിയമംഗ, ശ്രിയം അംഗ ആണ്, അവിടെയും മായുടെ അകാരം ശ്രദ്ധിക്കുക. കായല്ല, പലപ്പോഴും നമ്മൾ വായിക്കുമ്പം കകാരം വരാറുണ്ട്. കകാരമല്ല, ഗകാരമാണ് വരേണ്ടത്. വായിക്കുമ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നാലാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ യുവൈഷദോത്സൃഷ്ടുമഹോ സഹാസുഭി, അവിടെ യുവൈഷദോത്സൃഷ്ടുമഹോ അത് ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ യുവൈഷത ഉത്സൃഷ്ടും, അവിടെ യുവൈഷദോത്സൃഷ്ടും അഹോ, മായുടെ അകാരവും ശ്രദ്ധിക്കുക. സഹാസുഭി എന്നുള്ളിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇനി അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.